ഹായ് ജനോ ഹാപ്പി ഹാപ്പി ജിന്റെ ചേട്ടൻ അടിച്ചു അല്ലേ അതെ ഞാൻ പറഞ്ഞല്ലേ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ജിന്തു ചേട്ടൻ. കാരണം വളരെ ആഗ്രഹമുണ്ട് ജിന്തു ചേട്ടനിക്ക് കപ്പടിക്കണം, ഫാമിലി ഹാപ്പി ആവാനും പറഞ്ഞിട്ട് എനിക്ക് ആ സെറ്റം പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം കാപ്പടിച്ച പോലെ എനിക്ക് ഫീലിംഗ്. ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്തിട്ട് റെഡിയാക്കി ജിന്തു ചേട്ടൻ വന്നോ ആള് വന്നിട്ടില്ല, ആള് വന്നില്ല. ഇപ്പോൾ നിങ്ങളെല്ലാവർക്കും സപ്പോർട്ട് താങ്ക് യു ഫ്രം ജിന്തു ചേട്ടൻ മൈ സൈഡ്. താങ്ക് യു. കോമ്പോനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഒരു നോർമലി ആൾക്കാർ ഈ ഒരു ലവ് ട്രാക്ക് പിടിക്കും അല്ലേ, ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ വേണ്ടി. പക്ഷെ ജിൻറ്റു ചേട്ടൻ എൻ്റെ ഒരു റിലേഷൻ പറഞ്ഞില്ല, നമുക്ക് ഒരു ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അത് ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യുന്ന ഒരു റിലേഷനാണ് നോർമലി കേസ്വലി. അത് നമുക്ക് കാരണം ജിൻറ്റു ചേട്ടനൊക്കെ എനിക്ക് 12 വർഷമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ അത്ര ക്ലോസ് എപ്പോഴും ആയിട്ടില്ല, ഒരു പ്രൊഫഷണൽ റിലേഷൻസ് ആണ്. പക്ഷെ ഈ വീട്ടിൽ വന്നിട്ടാണ് എനിക്ക് എൻ്റെ സ്വന്തം ഒരു ചേട്ടൻ കിട്ടി. പിന്നെ വളരെ ഹാപ്പിയാണ്. പിന്നെ അത് ഊയിനായി. സോ അത് ഒരു പറയാൻ പറ്റില്ലാത്ത ഒരു ഫീലിങ്സ് ആണ് എനിക്ക്. അങ്ങനെ സൂപ്പർ ഹാപ്പി, അത് ഒരിക്കലും ഡൗട്ട് ഇല്ല. ഇത് ജിന്റു ചേട്ടൻ എന്താ പറഞ്ഞത് ജാനുവരിയുടെ? അയ്യോ പാവം കെട്ടി പിടിച്ച് എൻ്റെ ചങ്കാണ് പറഞ്ഞത്. എല്ലാവരും ഇപ്പൊ എയർപോർട്ടില്. നിങ്ങൾ എങ്ങനെ വന്ന് എയർപോർട്ടില്? അല്ല ഇതിനകത്ത് നമ്മൾ ശരിക്കും സെക്കൻഡ് ജാസ്മിനൊക്കെ പോകുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ മനസ്സിലുണ്ടായി. കാരണം ഈ മൊത്തം സീസണിലെ ഒരു കോണ്ടന്റ് പറഞ്ഞിട്ട് ഒരു ഈ സീസണിലെ ജസ്മിൻ ജിൻറ്റു ചേട്ടന് മാത്രമേ ഉണ്ടായി, ശരിക്കും പറഞ്ഞില്ലേ. ബാക്കി ആൾക്കാർ എല്ലാവരും കളിച്ചിട്ടുണ്ടോ, പക്ഷെ ജിൻറ്റു ചേട്ടന് ജസ്മിന് ആ വീട്ടിലെയാണ് മൊത്തം കോണ്ടന്റ് കൊടുക്കുന്ന ഓരോ 2 ആൾക്കാരാണ്. സോ എനിക്ക് മനസ്സിൽ അങ്ങനെ ഉണ്ടായി, ജിൻറ്റു ചേട്ടൻ, ജസ്മിൻ ആൻഡ് ദെൻ ബാക്കി എല്ലാവരും. പിന്നെ അറിയില്ല, വോട്ടിംഗ് അല്ലേ, ആൾക്കാർ എങ്ങനെ വോട്ട് കൊടുക്കുന്നത് നമുക്കത് അറിയാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് എല്ലാവർക്കും അങ്ങനെ തന്നെ ലക്കല്ലേ. അർജുൻ ശ്രീതു പോകുമ്പോ വിജയിച്ച എന്നാണ് തോന്നുന്നത്. ഇത് 2 പേരൊക്കെ ചോദിക്കൂ, ഞാൻ എന്താ പറയാ. അല്ല എങ്ങനെ പുറത്തിരുന്ന് കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ശ്രീറ്റു എൻ്റെ സിസ്റ്ററെ പോലെ, ഒരു സ്വന്തം സിസ്റ്ററെ പോലെ. എനിക്ക് ആ കുട്ടി ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ജെന്യുവൻ ആളാണ്. അതിനെ എത്ര ടൈം പിടിച്ചിട്ട് നിർത്തി ഈ വീട്ടില്. ശ്രീറ്റുവിന്റെ കൂടെ എൻ്റെ ഒരു നല്ല റിലേഷനാണ്. പക്ഷെ അർജുന്റെ കൂടെ എൻ്റെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. ഇപ്പൊ എനിക്ക് അറിയത്തില്ല, പക്ഷെ പണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. നമ്മുടെ ഒട്ടുനിമിഷം ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ്. പിന്നെ ആയിക്കോട്ടെ എന്തായി, പക്ഷെ എല്ലാം ജെന്യുവൻ ആയിട്ട് എനിക്ക് തോന്നി, എല്ലാം ജെന്യുവൻ ആയിട്ട് കിട്ടി. പക്ഷെ ജസ്മിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ആൾക്കാർ കുറച്ചു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്മിൻ സെക്കൻഡ് ആവുന്നൊരു ഇതുണ്ട്. പക്ഷെ പാവം കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ടൈമിൽ കുറെ കാര്യങ്ങളും ഉണ്ടാവും. എന്റെ കയ്യിലേക്ക് കുറെ തെറ്റപ്പറ്റി ആൾക്കാർ ദേഷ്യം പിടിക്കുന്നത്. പക്ഷെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും ആൾക്കാർ ഓ അങ്ങനെ അല്ല. ഇപ്പൊ ചിരിക്കും, കണ്ടിട്ടില്ല ഈ വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ടോ. സോ നമുക്ക് അങ്ങനെ നമ്മളുടെ തെറ്റുകൾ കുറെ മനസ്സിലാവും. പക്ഷെ കുറച്ച് വോട്ട് കൂടുന്നുണ്ടെങ്കിൽ ജസ്മിനെ കുറച്ച് മേലെ വന്നു. പക്ഷെ പാവം കുട്ടിയാണ്, എനിക്ക് പാവം തോന്നി. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ടൈമിൽ ഞാൻ അവളുടെ കൂടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അവള് മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല, അവള് ഭയങ്കര ഹാപ്പി എന്നെ കാണിച്ചിട്ട്. ഓക്കെ താങ്ക് യു. താങ്ക് യു.